everyone, welcome to Meenu's Menu. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു നാടൻ കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പം ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് ഉണ്ടാക്കുന്ന ഒരു കടലക്കറിയാണിത്. അപ്പം ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഡിഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലയാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് കടല തലേ ദിവസം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ സോക്ക് ചെയ്തെടുക്കാൻ സമയമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കടല നമ്മളിട്ട് വെച്ചാലും പെട്ടെന്ന് അത് കുതിർത്തി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 മുതൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടല നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിലേക്കിപ്പം ഉപ്പോ മറ്റ് മസാലപ്പൊടികളോ വേവിക്കുമ്പം ചേർത്ത് കൊടുക്കുന്നില്ല. അത് പിന്നീടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഞാൻ 1 വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഈ കടലയൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന കുക്കർ അനുസരിച്ച് അതിൻ്റെ വിസിലൊക്കെ നിങ്ങൾക്കത് എത്രയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് ക്രമീകരിക്കാവുന്നതാണ്. കടല വേകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 6 മുതൽ 7 അല്ലി വരെ ഉള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി. ഫ്ലെയിം ഒത്തിരി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഈ കരിഞ്ഞ് പോയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കരിഞ്ഞ തേങ്ങ യൂസ് ചെയ്ത് അതൊന്ന് അരച്ച് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം കറിക്ക് ചെറിയ രീതിയിലൊരു കയ്പ്പ് രസമൊക്കെ പോലെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സമയമെടുത്ത് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഉള്ളിയെല്ലാം ഒരുവിധം നന്നായിട്ട് കളറൊക്കെ മാറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം ലോയിലേക്ക് മാറ്റാൻ വേണ്ടി. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ. പൊടികൾ ഇട്ടതിന് ശേഷം അത് ഒത്തിരി നേരം ഒന്നും ഇട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, അത് കരിഞ്ഞു പോകും. അതും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കടലക്കറി റെഡിയായോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കടല ഇവിടെ നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് തൊടുമ്പം ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ നമ്മൾ കടല നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കടല വേവിച്ചെടുക്കേണ്ടത്. അത് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല. അതുപോലെ ഒത്തിരി അത് വേവാതെ കല്ലുപോലെ ഇരിക്കാനും പാടില്ല. നമ്മൾ കൈകൊണ്ട് ഞെക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരല്പം കടുകിട്ട് കൊടുക്കാവുന്നതാണ്. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ 2ആയിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വറ്റൽമുളക് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് വഴന്ന് ആ ചെറിയൊരു നല്ലൊരു മണമൊക്കെ ഒന്ന് വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ല ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സബോളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചെറുതാണോ ഉപയോഗിക്കുന്നതെങ്കിൽ 2 എണ്ണം ഇതുപോലെ ഫൈനായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങളുടെ
രുചിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് കറിവേപ്പിലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. കറിവേപ്പിലയും സബോളയും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സബോളയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ച മണമെല്ലാം ഒന്ന് മാറുന്നിടം വരെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സബോളയെല്ലാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ സബോള വഴറ്റിയെടുത്തപ്പം അതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ലായിരുന്നു. നിങ്ങൾക്ക് അപ്പോൾ വേണമെങ്കിലും സബോളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അതൊന്ന് വഴറ്റി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സബോള ഇപ്പോൾ കളറെല്ലാം മാറി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളിക്ക ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വലിയ തക്കാളിക്കയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ കറിയിലേക്ക് നമുക്ക് അങ്ങനെ ഒത്തിരി പുളിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ ഒത്തിരി എടുത്തു നീക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു തക്കാളിക്ക മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് തക്കാളിക്ക ചെറുതായിട്ടൊന്ന് വാടി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഞാനൊന്ന് അരച്ചെടുത്തതാണ് ഈ പേസ്റ്റ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതെല്ലാം നമ്മൾ അരച്ചെടുത്ത തേങ്ങയും നമ്മുടെ സബോളയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ തേങ്ങ അരച്ചെടുത്ത ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത തക്കാളിക്കയെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിക്ക വെന്ത് വന്ന് കഴിയുമ്പം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരും. ആ ഒരു സ്റ്റേജിലാണ് നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളിക്ക് ഒരിക്കലും നന്നായിട്ട് വേവിക്കാതെ അതിലേക്ക് കടല ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ ഒത്തിരി വ്യത്യാസം കാണും. അപ്പം ഇപ്പം നമ്മുടെ തക്കാളിക്കെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലയും അതിൻ്റെ കൂടെ ഒപ്പമുള്ള ആ ഒരു വെള്ളം കൂടെ ഒരുമിച്ച് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വെച്ച് കടല നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത മസാലകളെല്ലാം കടലയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മളൊരു 15 to 20 മിനിറ്റ്സ് ഇതൊന്നുകൂടി ഒന്ന് കവർ ചെയ്ത് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാല എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരല്പം ഗരം മസാലയും ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടലക്കറി ആ ഒരു കറക്റ്റ് പരുവത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഗ്രേവി എല്ലാം നന്നായിട്ടിപ്പം തിക്കായി വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കത് കുറച്ചുകൂടെ എളുപ്പത്തിൽ അതിൻ്റെ കൺസിസ്റ്റൻസി അത് തിക്കാക്കണ വേറൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഈ കടലക്കറിയിലുള്ള കടല തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ കടലക്കറിയുടെ കൊഴുപ്പ് നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി തേങ്ങ അരച്ച കടലക്കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടുമിക്ക എല്ലാത്തിൻ്റെയും കൂടെ പുട്ട്, ഇടിയപ്പം, അപ്പം, പൊറോട്ട, ചപ്പാത്തി തുടങ്ങിയ എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കടലക്കറിയാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം താഴെയുള്ള കമൻസിൽ എഴുതി എന്നെ അറിയിക്കാനും മറക്കരുത്. മറ്റൊരു ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം മീനൂസ് മെനു.